ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, എന്താണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നും മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യും. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ബീം എഗെയിൻസ്റ്റ് ദ എക്സ്റ്റേണൽ ലോഡ്സ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പർട്ടിക്കുലർ ലോഡ് വരുമ്പം, ഒരു സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അതിൽ ബെൻഡിങ് മൊമെൻ്റ് വരുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതായത് ഇപ്പോൾ ഒരു ബീമിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു സിംപ്ലി സപ്പോർട്ട് ബീമാണെങ്കിൽ യു ഡി എൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ലോഡ് മേലെ താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ, ഓക്കെ, യു ഡി എൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആ ഒരു സ്ട്രക്ചറിൽ വരുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഹോൾ ത്രൂ ദ സ്പാൻ ബെൻഡിങ് മൊമെൻ്റ് ഉണ്ടാവും. അത് വേരി ചെയ്യുന്നുള്ളതും നിങ്ങൾക്കറിയാം. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാമൊക്കെ ഓൾറെഡി വരച്ചതാണ്. ഓക്കെ, എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെൻ്റ് നമുക്ക് പറയാം. ഓക്കെ, അപ്പം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ലോഡ് വരുമ്പോൾ, ഓക്കെ, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ബെൻഡിങ് മൊമെൻ്റാണ്. ഓക്കെ, എക്സ്റ്റേണൽ ലോഡ് മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ബെൻഡിങ് മൊമെൻ്റാണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്ട്രക്ചറിൻ്റെ കോൺക്രീറ്റിൻ്റെ സെക്ഷൻ, അതായത് ക്രോസ് സെക്ഷൻ അനുസരിച്ചും അതുപോലെ തന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് അനുസരിച്ചിട്ടും മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറും. ഇപ്പം കോൺക്രീറ്റിൻ്റെ ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ച്, അതുപോലെ തന്നെ അതിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോ ബീമിൻ്റെയും മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ബീം എഗെയിൻസ്റ്റ് ദ എക്സ്റ്റേണൽ ലോഡ്സ്. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന മൊമെൻ്റാണ്. ആ മൊമെൻ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസിസ്റ്റ് ചെയ്യുന്നത്. എന്തിനെ റെസിസ്റ്റ് ചെയ്യും? എക്സ്റ്റേണൽ ലോഡ്സിനെ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ലോഡ് മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന മൊമെൻ്റാണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ബീം എഗെയിൻസ്റ്റ് ദ എക്സ്റ്റേണൽ ലോഡ്സ്. As there is no resultant force acting on the beam, the section is in equilibrium. That is, total compressive force is equal to total tensile force. അപ്പം ലോഡ് ആക്ട് ചെയ്യുന്ന കേസിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അത് ഇപ്പം ആ ക്രോസ് സെക്ഷൻ ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ ഒന്നും മൂവ് ചെയ്യുന്നില്ല. അതായത് പുറത്തേക്ക് തള്ളി വരുമോ അല്ലെങ്കിൽ അകത്തേക്ക് തള്ളി പോവോ ഒന്നും ചെയ്യുന്നില്ല നോർമൽ കേസിൽ. ഓക്കെ, അതായത് സ്റ്റേബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ അസംഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്ലെയിൻ സെക്ഷൻ റിമെയിൻ പ്ലെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ് എന്നുള്ള ഒരു അസംഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നതിന് മുമ്പും അതുപോലെ തന്നെ ലോഡ് ആക്ട് ചെയ്തതിന് ശേഷവും. ഓക്കെ, ബെൻഡിങ്ങിൻ്റെ കേസിൽ. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചു, ആ ക്രോസ് സെക്ഷൻ്റെ അകത്ത് കംപ്രസീവ് ഫോഴ്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടെൻസൈൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ടെൻസൈൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ന്യൂട്രൽ ആക്സിസിൻ്റെ ബോട്ടം സോണിലാണ്. കംപ്രസീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെയാണ് അല്ലേ. എബവ് ആണ്, ന്യൂട്രൽ ആക്സിസിൻ്റെ എബവിലാണ് കംപ്രസീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്ലെയിനായിട്ട് തന്നെ നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഈ എക്സ്റ്റേണൽ ലോഡ് മുഖേന ആക്ട് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും ഇക്വിലിബ്രിയത്തിലാണെങ്കിലാണ്, അല്ലെങ്കിൽ അവിടെ ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം ടെൻസൈൽ ഈ കംപ്രസീവ് ഇപ്പം ഇതിനെ രണ്ടിനെയും കംപ്രസ് ചെയ്യുന്ന രീതിയിൽ അകത്തേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ടെൻസൈൽ ഫോഴ്സ് ഇതിനെ പിടിച്ച് വലിക്കുന്ന രീതിയിൽ പുറത്തേക്ക് ആക്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം ടെൻസൈലാണ് റിസൾട്ടൻ്റ് വരുന്നെങ്കിൽ അവിടെ ഒരു ചേഞ്ച് ഉണ്ടായേനെ, പുറത്തേക്ക് തള്ളി വന്നേനെ. അപ്പോൾ കംപ്രസീവ് ഫോഴ്സിൻ്റെ ഒരു വാല്യൂ ആണ് റിസൾട്ടൻ്റ് ആയിട്ട് വരുന്നതെങ്കിൽ, അതായത് രണ്ടും ഈക്വൽ അല്ല, ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സ് ഉണ്ട്, കംപ്രസീവാന്ന് വന്നിരുന്നെങ്കിൽ അത് അമർന്നു പോയേനെ. ഓക്കെ, അപ്പം അങ്ങനെ സംഭവിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലാണ് അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന, കോൺക്രീറ്റിൻ്റെ ക്രോസ് സെക്ഷൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ് ആയാലും കംപ്രസീവ് ഫോഴ്സ് ആയാലും അത് ഇക്വിലിബ്രിയത്തിലാണ്, രണ്ടും ഈക്വലാണ്. ദാറ്റ് ഈസ് ടെൻസൈൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു കംപ്രസീവ് ഫോഴ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈക്വൽ ആയതുകൊണ്ട് റിസൾട്ടൻറ്റ് ഫോഴ്സ് അവിടെ ഇല്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു അസംഷൻ വെച്ചിട്ട്. ആസ് ദർ ഈസ് നോ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബീം, ദ സെക്ഷൻ ഈസ് ഇൻ ഇക്വിലിബ്രിയം. ദാറ്റ് ഈസ് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ്.
These two forces, equal and opposite forces separated by a distance, will form a couple, and the moment of this couple is equal to the resisting moment or moment of resistance of the section. അപ്പോൾ ഇവിടെ കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും ഉണ്ട് അല്ലേ, രണ്ടും ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഓക്കെ, ഈക്വലും ആണ് ഓപ്പോസിറ്റും ആണ്. ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സസ് ഓപ്പോസിറ്റ് ആണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? കപ്പിളാണ് അല്ലേ. നിങ്ങൾ ഓൾറെഡി എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ചതാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കപ്പിളാണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസ്, ടെൻസൈൽ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സും എന്ത് ചെയ്യും? ഒരു കപ്പിൾ ഫോം ചെയ്യും. ഓക്കെ, ആൻഡ് ദ മൊമെൻറ്റ് ഓഫ് ദിസ് കപ്പിൾ, ഈ കപ്പിളിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ഈ കംപ്രസീവ് ഫോഴ്സിലേക്കുള്ള ആ ഡിസ്റ്റൻസ്, ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്, അതാണ് ഈ കപ്പിളിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്റ്റൻസ്, കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്, ഓർ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്, കപ്പിളിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ മൊമെൻ്റ് ഓഫ് ദിസ് കപ്പിൾ ഈസ് ഈക്വൽ ടു ദ റെസിസ്റ്റിംഗ് മൊമെൻറ്റ് ഓർ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ സെക്ഷൻ. ആൻഡ് ദ മൊമെൻ്റ് ഓഫ് ദിസ് കപ്പിൾ, ഈ കപ്പിളിൻ്റെ മൊമെൻറ്റിനെയാണ് നമ്മൾ റെസിസ്റ്റിംഗ് മൊമെൻറ്റ് അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത്, ഈ കോൺക്രീറ്റിൻ്റെ സെക്ഷൻ്റെ അകത്ത് കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഇക്വിലിബ്രിയത്തിലാണ്. ടെൻസൈൽ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സും ഈക്വൽ വാല്യൂ ആണ്, അതേപോലെ ഓപ്പോസിറ്റും ആണ്. ഈ ഈക്വൽ ആയിട്ടുള്ള കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മേക്ക് ചെയ്യുന്ന മൊമെൻറ്റിനെയാണ് നമുക്ക് റെസിസ്റ്റിംഗ് മൊമെൻറ്റ് അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ്റെ. ഓക്കെ, ഇനി മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്കൊരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ദ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം അണ്ടർ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അപ്പം സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ സോണിലാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ ഓൾറെഡി ഇന്നലെ വരച്ചത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിരിക്കുന്ന അതേ ഫിഗർ തന്നെയാണ്. ബി ആണ് ഈ ബീമിൻ്റെ വിഡ്ത്ത്. ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആണ്. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, സ്മോൾ ലെറ്റർ ഡി. എഫക്റ്റീവ് ഡെപ്ത് ഡി ആണ്. ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് എക്സ് യു ആണ്. ഓക്കെ, അതുപോലെ ഇവിടേക്ക് വരുമ്പം, സ്ട്രെസ് ഡയഗ്രത്തിലേക്ക് വരുമ്പം, ഇവിടെ കാണിച്ചിരിക്കുന്ന സ്ട്രെസ് ഡയഗ്രാം ഓഫ് കോൺക്രീറ്റ് വിത്ത് ടെൻസൈൽ ഫോഴ്സ് ആൻഡ് കംപ്രസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ വരച്ച അതേ ഫിഗർ തന്നെയാണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 0.446 FCK ആണ്. അതുപോലെ സ്ട്രെസ് ഡയഗ്രാം നിങ്ങൾക്ക് ടോപ്പിൽ കാണാം, ന്യൂട്രൽ ആക്സിസിന് ടോപ്പിലേക്ക് കാണാം. അപ്പോൾ അതിൻ്റെ സെൻട്രോയിഡിൽ അവിടെ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സെൻട്രോയിഡ് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് 0.42 XU ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. കംപ്രസീവ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0.36 FCK BXU ആണ്. ഇതൊക്കെ ഇന്നലെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ഇനി താഴോട്ട് വരുമ്പം ന്യൂട്രൽ ആക്സിസിൻ്റെ താഴോട്ട് ടെൻസൈൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട് 0.87 FI AST. ഇനി ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സസ്, അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ടെൻസൈൽ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അത് നമ്മളിവിടെ എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്താ വരിക? എ ഈസ് ഈക്വൽ ടു ഡി മൈനസ് 0.42 XU അല്ലേ. കാരണം ഏറ്റവും ടോപ്പ് ഒന്ന് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ഡി ആണ്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം ഏറ്റവും ടോപ്പ് ഒന്ന് ഈ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ഡി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഇതിൻ്റെ അകത്ത് നിന്ന് മൈനസ് ചെയ്യാനായിട്ടുണ്ട്? ആ ടോപ്പിൽ നിന്ന് ഈ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഡി മൈനസ് 0.42 XU എന്ന് പറഞ്ഞിട്ടായിരിക്കും ഡിസ്റ്റൻസ് വരിക. അതിനെ നമുക്ക് എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ഓക്കെ, ആ ഡിസ്റ്റൻസിന് പറയുന്നത്, എയ്ക്ക് പറയുന്ന പേരാണ് ലിവർ ആം. അതായത് കംപ്രസീവ് ഫോഴ്സും ഈ ടെൻസൈൽ ഫോഴ്സും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിന് പറയുന്ന പേര് ലിവർ ആം എന്നാണ്. LEVERARM. ഓക്കെ, ഈ ഫിഗർ ഓക്കെ ആണല്ലോ അല്ലേ? കൺസിഡർ ദ ഫിഗർ. അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് MU ഈസ് ഈക്വൽ ടു C into liver arm or T into liver arm.
ഓക്കെ, ആ ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് M∗U എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് C ഇൻറ്റു ലിവർ ആം, അതായത് കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. ലിവർ ആം ഡിസ്റ്റൻസ് പറഞ്ഞു, ഈ രണ്ട് ഫോഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമ്മൾ ഏന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, MU = C ഇൻറ്റു ലിവർ ആം ഓർ T ഇൻറ്റു ലിവർ ആം, ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. രണ്ടും സെയിം തന്നെയാണ് കിട്ടുക. C ഇൻറ്റു ലിവർ ആം എടുത്താലും T ഇൻറ്റു ലിവർ ആം എടുത്താലും സെയിം തന്നെയാണ്. കാരണം കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും ഇവിടെ സെയിം ആണ്, അത് ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, ലിവർ ആം, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റിസൾട്ടൻറ്റ് കംപ്രസീവ് ഫോഴ്സ് ആൻഡ് ദ റിസൾട്ടൻറ്റ് ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, നമ്മൾ കണ്ടു ആ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ വരുന്ന കംപ്രസീവ് ഫോഴ്സിൻ്റെയും ടെൻസൈൽ ഫോഴ്സിൻ്റെയും ഇടയിൽ വരുന്ന ആ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലിവർ ആം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ A ഇൻ ദ സ്ട്രെസ് ഡയഗ്രാം. അപ്പോൾ സ്ട്രെസ് ഡയഗ്രത്തിൽ നമ്മൾ സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഡിനോട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം കൺസിഡർ ചെയ്തിട്ടും അതുപോലെ തന്നെ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം കൺസിഡർ ചെയ്തിട്ടും നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. MU = C ഇൻറ്റു ലിവർ ആം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. MU = C എന്ന് പറയുന്നത് 0.36 FCK BXU കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് D - 0.42 XU, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.36 FCK BDXU ഇൻറ്റു 1 - 0.42 XU/D. അപ്പോൾ ഇവിടെ ചെയ്തത് നമ്മൾ ആ ബ്രാക്കറ്റിൻ്റെ അകത്തുനിന്ന് D നമ്മൾ പുറത്തെടുത്തു. ഓക്കെ, അപ്പം 0.36 FCK BDXU, അപ്പോൾ D പുറത്തെടുത്തു. അപ്പോൾ D അതിൻ്റെ കൂടെ വന്നു ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത്. അപ്പോൾ എന്ത് വരും, ആ D ഇൻറ്റു 1 ചെയ്താലാണ് നമുക്ക് D കിട്ടുക. അപ്പം ഇൻറ്റു 1 വന്നു മൈനസ് 0.42 XUൻ്റെ ടേമിൽ D ഇല്ലായിരുന്നു. അപ്പം D വെച്ച് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 0.42 XU ഇൻറ്റു D എന്ന് പറഞ്ഞു വരും. അപ്പം 0.42 XU ആയി മാറണമെങ്കിൽ എന്ത് ചെയ്യണം, D വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും 0.36 FCK BDXU ഇൻറ്റു 1 - 0.42 XU/D എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. നമ്മളതിനെ D വെച്ചിട്ട് RHSനെ മൾട്ടിപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാൻ പോവാണ്. ഡിവൈഡ് ആൻഡ് മൾട്ടിപ്ലൈ ബൈ D ഇൻ ദ RHS. RHS എന്ന് പറയുമ്പം ഈ ഇക്വേഷൻ LHSൽ MU ആണുള്ളത്. RHSലുള്ള ആ ഇക്വേഷനെ നമ്മൾ D വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ D വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താ, D വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, D വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല അല്ലേ. നമ്മളൊരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ MU = 0.36 FCK BD² XU/D. അപ്പോൾ D വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേലെ എന്ത് വന്നു, 0.36 FCK BD ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ, BDXU എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ D വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പം 0.36 FCK BD² ആയി മാറി, XU/D. നമ്മൾ ഡിവൈഡ് ചെയ്ത Dയും അവിടെ വന്നു ഇൻറ്റു 1 - 0.42 XU/D. അപ്പോൾ MU = 0.36 FCK BD² XU/D ഇൻറ്റു 1 - 0.42 XU/D. നമുക്ക് ഇക്വേഷൻ ഈ രീതിയിൽ കിട്ടും. അതായത് XU/D എന്നുള്ളത് നമ്മൾ ഒന്നിച്ചാക്കി, വേറൊന്നും ചെയ്തിട്ടില്ല. സെയിം ഇക്വേഷൻ തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാണ്. XU/D ഒന്നിച്ച് നമ്മൾ എഴുതിയെന്ന് മാത്രം. അപ്പോൾ MU = 0.36 FCK BD² XU/D ഇൻറ്റു 1 - 0.42 XU/D. അപ്പോൾ ഇതേപോലെ സിമിലർ ആയിട്ടൊരു ഇക്വേഷൻ കോഡിൽ അനെക്സ് Gയിൽ ക്ലോസ് G1.1 സീലുണ്ട്. ഇതേപോലെ ഒരു ഇക്വേഷൻ സെയിം ആണ്. അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ MU ലിമിറ്റ് കണ്ടുപിടിക്കുന്നതാണ്. MU ലിമിറ്റ് എന്താണെന്നുള്ളത് ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അതിൽ ആ ഇക്വേഷനിൽ 0.36 FCK BD² XU max എന്നാണ് കേട്ടോ, XU max/D. അതുപോലെ തന്നെ ബ്രാക്കറ്റിൻ്റെ അകത്തും XU max/D എന്നാണുള്ളത്. അത് XUവിൻ്റെ സ്ഥാനത്ത് XU max ആണുള്ളത്, MUക്ക് വരെ MU ലിമിറ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മറന്നുപോയാലും നമുക്ക് അത് നോക്കിയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അനെക്സ് Gയിൽ ക്ലോസ് G1.1 സീൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ MU ലിമിറ്റ് = എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ സ്ഥാനത്ത് MU കൊടുക്കുക, MU = അതേപോലെ തന്നെ XU മാക്സിൻ്റെ സ്ഥാനത്ത് XUയും കൊടുത്താൽ മതി, നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നെ കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓർഡർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടായിരിക്കും കിടക്കുന്നത്. FCK BD² ചിലപ്പം ഈ ബ്രാക്കറ്റിൻ്റെ അപ്പുറത്തായിരിക്കും, പുറത്ത് ഈ റൈറ്റ് സൈഡിലേക്കായിരിക്കും എഴുതിയിരിക്കുന്നത്. പക്ഷേ വാല്യൂസ് സെയിം ആണ്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആ ഇക്വേഷനായിട്ട്. അവിടെ XU max എന്ന് പറയുന്ന ആ വാല്യൂവിന് പകരം നമ്മൾ XU സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ ഒന്നുമില്ല. ആ ഇക്വേഷനിലുള്ള മാറ്റം ബാക്കി സെയിം ആണ്.
ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇതുപോലെ ഒരു ചെറിയൊരു ഡെറിവേഷൻ ചെയ്തത്. ഡി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഡി വെച്ച് ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്തത് അതുകൊണ്ടാണ്, ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കംപ്രസീവ് ഫോഴ്സിൻ്റെ ടേംസിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ദ എബവ് ഇക്വേഷൻ ഗീവ്സ് ദ വാല്യൂ ഓഫ് അൾട്ടിമേറ്റ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. അപ്പം ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അൾട്ടിമേറ്റ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് MU, നമുക്ക് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, കംപ്രസീവ് ഫോഴ്സിൻ്റെ ടേംസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഇക്വേഷനാണ്. ഇനി ദ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ക്യാൻ ഓൾസോ ബി ഒബ്റ്റൈൻഡ് ഫ്രം ടെൻഷൻ സൈഡ് ആസ് ഫോളോസ്. അപ്പോൾ ടെൻഷൻ സൈഡിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ MU = T × ലിവർ ആം ആണ്, ടെൻസൈൽ ഫോഴ്സ് × ലിവർ ആം ആണ്. അപ്പം MU = ടെൻസൈൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്താണ്? 0.87 FI AST. നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. T എന്ന് പറയുന്നത് 0.87 FI AST ആണ്, ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് D - 0.42 XU. ഓക്കെ, അപ്പോൾ MU = 0.87 FI AST. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ D പുറത്തെടുത്തു ബ്രാക്കറ്റിൻ്റെ അകത്തുനിന്ന്. അപ്പം 0.87 FI AST ഇൻറ്റു D ഇൻറ്റു 1 - 0.42 XU/D എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും, D പുറത്തെടുത്ത് കഴിഞ്ഞാൽ. ഇനി XU/Dൻ്റെ വാല്യൂ നമ്മൾ ഇന്നലെ ഓൾറെഡി ന്യൂട്രൽ ആക്സിസിൻ്റെ ഇക്വേഷൻ, ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. ആ ന്യൂട്രൽ ആക്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ആ ഇക്വേഷൻ എന്ന് പറയുന്നത് XU/D = 0.87 FI AST ഡിവൈഡ് ബൈ 0.36 FCK BD എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ഡിറൈവ് ചെയ്തത് അല്ലേ. ഇതേ ഇക്വേഷൻ കോഡിലുണ്ട്. അത് നമ്മൾ നോക്കി സെയിം അനക്സ് ജിയിൽ G1.1 ആ A എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന ഇക്വേഷനാണിത്, ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇന്നലെ ഓൾറെഡി അത് പറഞ്ഞതാണ്. അപ്പം ആ വാല്യൂ ഇപ്പോൾ ഈ ഇക്വേഷനിൽ MU = 0.87 FI AST × D ഇൻറ്റു 1 - 0.42, അവിടെ XU/D എന്ന് പറഞ്ഞ ടേം വരുന്നുണ്ട്, 0.42 ഇൻറ്റു XU/D എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ XU/Dക്ക് പകരം 0.87 FI AST / 0.36 FCK BD, ആ ന്യൂട്രൽ ആക്സിസിൻ്റെ ആ ഇക്വേഷനിൽ അതേ ടേം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ആ കോഡിലുള്ള സെയിം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത സെയിം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് XU/Dൻ്റെ സ്ഥാനത്ത്. ഓക്കെ, അപ്പോൾ MU = 0.87 FI AST × D ഇൻറ്റു 1 - 0.42 XU/D ആയിരുന്നല്ലോ. അപ്പോൾ ആ XU/Dൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുന്ന ആ ഒരു ഇക്വേഷൻ, കോഡിലുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം 0.42 ഇൻറ്റു 0.87 FI AST ഡിവൈഡഡ് ബൈ 0.36 FCK BD. ഓക്കെ, അപ്പോൾ MU = 0.87 FI AST × D ഇൻറ്റു 1 - ഈ ഒരു ടേം നിങ്ങൾ നോക്കിയാൽ മതി, -0.42 ഇൻറ്റു 0.87 FI AST / 0.36 FCK BD. അപ്പോൾ ആ നമ്പേഴ്സൊക്കെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം 0.42 ഇൻറ്റു 0.87 ചെയ്യുക, ഡിവൈഡ് ബൈ 0.36 ചെയ്ത് നോക്കാം. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നത് 1.0 സംതിങ് ആയിരിക്കും. ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മളത് 1 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ 0.42, 0.87, 0.36 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ 0.42 ഇൻറ്റു 0.87 ഡിവൈഡ് ബൈ 0.36 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ആ ടേമുകളൊക്കെ 1 ആയി മാറി. അപ്പം ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് FI AST ഡിവൈഡഡ് ബൈ FCK BD മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? MU = 0.87 FI AST × D ഇൻറ്റു 1 - FI AST ഡിവൈഡഡ് ബൈ FCK BD എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് അനക്സ് ജിയിൽ ക്ലോസ് G1.1 കൊടുത്തിട്ടുണ്ട്, സെയിം ഇക്വേഷൻ. ഓക്കെ, അതായത് ടെൻസൈൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അതാണ് ആ ക്ലോസിൽ കൊടുത്തിരിക്കുന്നത്. MU = 0.87 FI AST × D ഇൻറ്റു 1 - FI AST ഡിവൈഡ് ബൈ FCK BD. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമ്മൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഇപ്പം ഡിറൈവ് ചെയ്തു. ഒന്ന് കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം വെച്ചിട്ടും ചെയ്തു, ഒന്ന് ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം വെച്ചിട്ടും ചെയ്തു. രണ്ടും സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക രണ്ട് ഇക്വേഷനിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും. ഓക്കെ, നിങ്ങൾ കോഡിൽ ചെക്ക് ചെയ്യണം ഈ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
limiting value of moment of resistance. When the depth of neutral axis is limited to XUmax, the limiting value of neutral axis depth gives the limiting or maximum value of moment of resistance. ഓക്കെ, നമ്മളിപ്പോൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് കംപ്രഷൻ്റെ ടേംസിലും അതുപോലെ തന്നെ ടെൻഷൻ്റെ ടേംസിലും നമ്മൾ കണ്ടുപിടിച്ചു. അതായത് കംപ്രസീവ് ഫോഴ്സിൻ്റെ ടേംസിലുള്ള മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ ടെൻസൈൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ആ ഇക്വേഷനിലൊക്കെ വന്നിരുന്ന ടേം എന്ന് പറയുന്നത് XU എന്ന് പറഞ്ഞിട്ടുള്ള ടേം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ശരിക്കും അവിടെ വരുന്ന ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് ആണെങ്കിൽ, ഓക്കെ, അതായത് XUmax ആണെങ്കിൽ, XUവിന് പകരം അവിടെ XUmax ആണ് വരുന്നത്. അതായത് മാക്സിമം സ്ട്രെയിൻ കോൺക്രീറ്റിലും അതുപോലെ തന്നെ മാക്സിമം സ്ട്രെയിൻ സ്റ്റീലിലും വരുന്ന സമയത്തുള്ള ന്യൂട്രൽ ആക്സിസ്, ആ ന്യൂട്രൽ ആക്സിസ് ആണ് അവിടെ യഥാർത്ഥത്തിൽ വരുന്നതെങ്കിൽ അവിടെ വരുന്ന മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിന് നമുക്ക് ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് പറയാം. ഓക്കെ, അതായത് ആ ഇക്വേഷനിൽ XUവിൻ്റെ സ്ഥാനത്ത് XUmax വരുന്നത്, ന്യൂട്രൽ ആക്സിസ് ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് ആണ് വരുന്നതെങ്കിൽ, അതായത് മാക്സിമം സ്ട്രെയിനും മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റും മാക്സിമം സ്ട്രെയിൻ ഇൻ സ്റ്റീലും വരുന്ന സമയത്തുള്ള ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് ആ ഒരു കേസാണ് വരുന്നതെങ്കിൽ അവിടെ XUവിൻ്റെ സ്ഥാനത്ത് XUmax ആണ് വരിക. ആ XUmax വരുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. വെൻ ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഈസ് ലിമിറ്റഡ് ടു XUmax, അതായത് XU എന്നുള്ളത് XUmaxലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ the limiting value of neutral axis depth gives the limiting or maximum value of moment of resistance. അപ്പം അത് ആ XUmax സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ലിമിറ്റിംഗ് ഓർ മാക്സിമം വാല്യൂ ഓഫ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ MU ലിമിറ്റ്. അപ്പോൾ നമ്മൾ MU ലിമിറ്റ് എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം, വിച്ച് വി ഗെറ്റ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് XUmax ഫോർ XU ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ XU എന്നുള്ള ഇക്വേഷനിൽ XU എന്നുള്ള വാല്യൂവിന് പകരം XUmax സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് MU ലിമിറ്റിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ MU ഈ ഇക്വേഷൻ താഴെ നമ്മൾ കംപ്രഷൻ്റെ കേസിൽ യൂസ് ചെയ്ത ഇക്വേഷൻ എടുക്കുകയാണ്. MU ഈസ് ഈക്വൽ ടു 0.36 FCK/BD² ഇൻറ്റു XU/D ഇൻറ്റു 1 - 0.42 XU/D. ഓക്കെ, ഈ ഇക്വേഷൻ എടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചപ്പം കംപ്രഷൻ്റെ ടേംസിൽ കണ്ടുപിടിച്ച ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ XUവിൻ്റെ സ്ഥാനത്ത് XUmax സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MU ലിമിറ്റ് കിട്ടും. MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.36 FCK/BD² XUmax/D ഇൻറ്റു 1 - 0.42 XUmax ഡിവൈഡഡ് ബൈ D. ഈ സെയിം ഇക്വേഷനാണ് നമുക്ക് IS 456 ക്ലോസ് IS 456 പേജ് 96 അനക്സ് ജിയിൽ പറയുന്നത്. ഓക്കെ, ക്ലോസ് G 1.1 അതിൽ C എന്ന് പറയുന്ന സെഷനിൽ പറയുന്നത്. ഓക്കെ, C എന്ന് പറയുന്ന സെഷനിൽ പറയുന്ന ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു, ഈ ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. MU ലിമിറ്റ് ഫോർ മൈൽ സ്റ്റീൽ ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ഫോളോസ്. ഇനി മൈൽ സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MU ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി പേജ് നമ്പർ 70 XUmax/D ഉണ്ട്. അതായത് ഓരോ ഗ്രേഡ് സ്റ്റീലിനും XUmax/Dൻ്റെ വാല്യൂ ഉണ്ട്. FY 250 ആണെങ്കിൽ, ഈൽഡ് സ്ട്രെങ്ത്ത് 250 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XUmax/Dൻ്റെ വാല്യൂ നമുക്ക് പേജ് നമ്പർ 70 ഒരു ചെറിയ ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ്. FYൻ്റെ വാല്യൂ 415 ആണെങ്കിൽ XUmax/Dൻ്റെ വാല്യൂ ഉണ്ട്. FYൻ്റെ വാല്യൂ 500 ആണെങ്കിൽ XUmax/Dയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് MU ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഓരോ സ്റ്റീൽ യൂസ് ചെയ്യുമ്പോഴും അവിടെ വരുന്ന MU ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. MU ലിമിറ്റ് ഫോർ മൈൽ സ്റ്റീൽ ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ഫോളോസ്. മൈൽ സ്റ്റീലിൻ്റെ MU ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. മൈൽ സ്റ്റീലിൻ്റെത് XUmax/D എന്ന് പറയുന്ന വാല്യൂ 0.53 ആണ് വരുന്നത് ആ ടേബിളിൻ്റെ അകത്തുനിന്ന്. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പം ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ 0.53, 0.48, 0.46 എന്ന് പറയുന്ന XUmax/Dൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി ഈ മൈൽ സ്റ്റീലിൻ്റെ XUmax/D 0.53 ആ വാല്യൂ നമുക്ക് MU ലിമിറ്റിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് XUmax/D ഇൻ ദ ഇക്വേഷൻ ഓഫ് MU ലിമിറ്റ്
അപ്പോൾ നമുക്ക് MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.36 FCK BD² ഇൻറ്റു XU മാക്സ് ബൈ ഡിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 0.53 കൊടുത്തു ഇൻറ്റു 1 മൈനസ് 0.42 XU മാക്സ് ബൈ ഡിൻ്റെ സ്ഥാനത്ത് 0.53 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കാൽക്കുലേറ്ററിൽ, MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.148 FCK BD². ഇതിൻ്റെ കൂടെ പോയിൻറ്റ്സ് വേറെ ഉണ്ടാവും, നമ്മൾ 0.148 FCK BD² ആയിട്ട് റൗണ്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ Fe250 ഗ്രേഡ് സ്റ്റീലിന് MU ലിമിറ്റിൻ്റെ വാല്യൂ 0.148 FCK BD² ആണ് നമുക്ക് കിട്ടുന്നത്. സിമിലർലി MU ലിമിറ്റ് ഫോർ Fe415 സ്റ്റീൽ, XU മാക്സ് ബൈ ഡിൻ്റെ വാല്യൂ 415 സ്റ്റീലിന് 0.48 ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.36 FCK BD² ഇൻറ്റു XU മാക്സ് ബൈ ഡിൻ്റെ സ്ഥാനത്ത് 0.48 ഇൻറ്റു 1 മൈനസ് 0.42 ഇൻറ്റു 0.48 XU മാക്സ് ബൈ ഡിൻ്റെ സ്ഥാനത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.138 FCK BD² എന്ന് പറഞ്ഞ് കിട്ടും. സിമിലർലി MU ലിമിറ്റ് ഫോർ Fe500 സ്റ്റീൽ, Fe500 സ്റ്റീലിന് XU മാക്സ് ബൈ ഡി എന്ന് പറയുന്ന വാല്യൂ 0.46 ആണ്. അപ്പോൾ ആ വാല്യൂ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.36 FCK BD² ഇൻറ്റു 0.46 ഇൻറ്റു 1 മൈനസ് 0.42 ഇൻറ്റു 0.46. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.133 FCK BD². ഓക്കെ, കുറച്ച് പോയിൻറ്റ്സും കൂടി വരും, നമ്മളത് 0.133 3 പോയിൻറ്റ്സ് ആക്കിയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 3 ഗ്രേഡ് സ്റ്റീലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള MU ലിമിറ്റിൻ്റെ വാല്യൂ, ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അതായത് ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. സിംഗ്ലി റീഇൻഫോഴ്സ്ഡിൻ്റെ കേസിൽ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് MU ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഓരോ കേസ് സ്റ്റീൽ യൂസ് ചെയ്യുമ്പോഴും അവിടെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ്, ഓക്കെ, മാക്സിമം മൊമെൻറ്റ് അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ അതൊന്നും കൂടി എടുത്ത് എഴുതിയതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുള്ളൂ. ഫോർ Fe250 സ്റ്റീൽ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.148 FCK BD². ഫോർ Fe415 സ്റ്റീൽ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.138 FCK BD². ഫോർ Fe500 സ്റ്റീൽ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.133 FCK BD². ഓക്കെ, ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, പോയിൻറ്റ്സിൻ്റെ കുറച്ച് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്നുണ്ടാവും, അത് നമ്മൾ റൗണ്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. 0.1336 സംതിങ് വരും, അത് നമ്മൾ 0.133 ആക്കി എടുത്തിരിക്കുകയാണ്. ഓക്കെ, 0.148 0.138 0.133 FCK BD² ആണ് Fe250ക്കും Fe415നും Fe500നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള MU ലിമിറ്റ്, ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, താങ്ക് യു.